എടാ മുത്തേ എല്ലാ ചെറിയ മീനിനെ പറ്റി വീഡിയോ ചെയ്തല്ലേ മുത്തേ? എടാ മുത്തേ കടൽ രാജാവ് തിമിംഗലത്തിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടില്ല. എടാ നമ്മള് തിമിംഗലത്തിനെ കുറിച്ച് അറിയപ്പോ നമ്മളെ പരമ്പ കൊണ്ടേക്കാൻ പറ്റിയ മീനല്ലല്ലോ. എന്നാലും അതിനെ കുറിച്ച് കൂടുതൽ അറിവ് എനിക്കില്ല. ഉള്ള അറിവ് ഞാൻ പങ്കുവെച്ചതാ. കൽബ ഈ തിമിംഗലം നമുക്കറിയാം പല കടപ്പുറത്തും ചത്ത അടിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ കേൾക്കാൻ കഴിയും. ഈ തിമിംഗലത്തിന്റെ മരണം സംഭവിക്കുന്നത് എന്താ പറയാ, ഈ തിമിംഗലം എന്ന് പറഞ്ഞാൽ പകുതി നമ്മളെ മനുഷ്യന്മാരെ മാറി തന്നെ കുറച്ച് ഓക്സിജനും കൂടി ശ്വസിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഫുൾ ടൈം കടലിലെ വെള്ളത്തിൽ മാത്രം ജീവിക്കാൻ കഴിയില്ല. അപ്പൊ ഈ തിമിംഗലം കടലിന്റെ മേൽത്തട്ടിൽ വന്നിട്ട് ഇങ്ങനെ കാണാൻ ഊതുന്ന് ശ്വാസം എടുക്കുകയാണെന്ന് പറയും. അവര് ഈ ചെറിയ പ്രായത്തില് അവർക്ക് പെട്ടെന്ന് കടലിന്റെ മുകൾ തട്ടിൽ വന്നിട്ട് ഈ ശ്വാസം എടുക്കാൻ കഴിയും. അതേസമയം പ്രായം കൂടുമ്പോൾ ടണ്ണിക്കണക്കിന് ചിലപ്പോൾ വലുപ്പം വെക്കാനും വെയിറ്റ് ഉണ്ടായിരിക്കുന്ന സമയത്ത് അവർക്ക് ഈ ചെറുപ്പത്തിൽ പൊന്തി വന്ന മാതിരി കടലിന്റെ മുകൾ തട്ടിലോട്ട് വരാൻ കഴിയൂല. അപ്പൊ ആ വരാൻ കഴിയാത്ത സമയത്താണ് ഇവർക്ക് വിചാരിച്ച മാതിരി ഓക്സിജൻ കിട്ടാതാവുമ്പോൾ ഇവര് ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്നിട്ട് പെട്ടെന്ന് എന്താവും, അവര് ചത്തുപോകാനും തിമിംഗല കരക്കടിഞ്ഞിലൊക്കെ കേൾക്കാനോ അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ഈ പ്രായം കൂടുമ്പോൾ അവർ വളർച്ച കൂടുമ്പോൾ എന്താണ്, അവർക്ക് വിചാരിച്ച മാതിരി കടലിന്റെ മുകൾ തട്ടിലേക്ക് എത്താൻ കഴിയൂല, ഓക്സിജൻ ശ്വസിക്കാൻ കഴിയൂല. പിന്നെ തിമിംഗലത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ ചെമ്മിയാണ്. 10 കണക്കിന് ചെമ്മി ഒരു ദിവസം ഭക്ഷിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ വെറുതെ പറയുന്നല്ലോ കേട്ടോ. തിമിംഗലത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം അത് 10 കണക്കിന് ഓരോ തിമിംഗലം കഴിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ വെറുതെ പറയുന്നല്ലോ കേട്ടോ, ഓരോ ഗവേഷണങ്ങൾ പറയുന്നതാണ് കേട്ടോ. നമുക്ക് കൂടുതലായിട്ട് പഠിച്ചിട്ടില്ല. ഇത് അറിയുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പറഞ്ഞു തരാം. ചേതാൻ ചോദിച്ച ചോദ്യമല്ലേ, അപ്പൊ അത് കൂടുതൽ പഠനം നടത്തിയതിനു ശേഷം പറഞ്ഞുതരാം. അപ്പൊ ഏറെക്കുറെ നമ്മളെ ചാനൽ എല്ലാവരും എന്ത് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽബട്ടനൊക്കെ അടിച്ചു പൊട്ടിക്കാം. അപ്പൊ ക്യാമറാമാൻ സായിദിനോടൊപ്പം പിന്നെ അവതാരം പിറവിയിറക്കുന്ന ഉദയ് ജിമ്മൻ ഉദയ്